ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നരച്ച മുടിയൊക്കെ മാറി നല്ല ബ്ലാക്ക് കളർ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ ഡേ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഡേ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അവളുടെ ഹസ്ബൻഡിൻ്റെ അമ്മ ഈ ഒരു ഹെയർ ഡേ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പ് കെമിക്കൽ ഡൈ ആയിരുന്നു കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അലർജി ആയി. പിന്നെ കെമിക്കൽ ഡൈ യൂസ് ചെയ്യാൻ പറ്റണ്ടായി കേട്ടോ. അങ്ങനെ കുറച്ച് നാൾ കെമിക്കൽ ഡൈ യൂസ് ചെയ്യാണ്ടിരുന്നതിന് ശേഷം ആൻറ്റിയോട് ആരും പറഞ്ഞു കൊടുത്ത ഒരു ഹെയർ ഡേ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഇത് മറ്റുള്ളവർക്ക് കൂടി യൂസ്ഫുൾ ആകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞു തന്നതാണ്. ഇപ്പോൾ മാസത്തിൽ ഒരു തവണ ആൻറ്റി ഈ ഒരു ഹെയർ ഡേ ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ഹെയർ ഡേ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എങ്കിൽ ചിലപ്പോൾ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. ആൻറ്റി പറഞ്ഞു തന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നിങ്ങളും ഇതിൽ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഹെയർ ഡേ യൂസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും കൈ വെച്ചിട്ട് നിങ്ങളത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. കാരണം ഒരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ബ്രഷ് വെച്ചിട്ടോ നിങ്ങളത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു കറ നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ അത് പോവില്ല കേട്ടോ. നഖത്തിലൊക്കെ ആ കറ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ടോ മാത്രം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വേറെ കുറച്ച് ഹെയർ ഡേയുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടൈമുള്ളപ്പോൾ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മാതളത്തിൻ്റെ തൊലിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മാതളത്തിൻ്റെ തൊലിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് കഴുകി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഈ ഡൈ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ അതുപോലെ തന്നെ എടുക്കണം കേട്ടോ. ഒന്നുപോലെ സ്കിപ്പ് ചെയ്യരുത്. എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ നരച്ച മുടിയൊക്കെ മാറി നല്ല ഫുൾ ബ്ലാക്ക് കളറിലായി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളിതിലേക്ക് മാതളത്തിൻ്റെ തൊലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു നാരങ്ങ, ഒരു 1.5 മുറി നാരങ്ങ വരും കേട്ടോ. അതിൻ്റെ തോടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നീരൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ തോടാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ വാഴക്കൂമ്പിൻ്റെ ഒരു തോലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ തേയില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ചായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കളർ കണ്ടോ. ഇത് നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ. നമ്മൾ 1.5 ഗ്ലാസ് വെള്ളമാണ് വെച്ചിരുന്നത്. അതൊക്കെ ഒന്ന് വറ്റി വരണം. ആ ഒരു കളർ ഉണ്ടോ. ഇപ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മാതളത്തിൻ്റെ ആ ഒരു തൊലിയും വാഴക്കൊമ്പിൻ്റെ തോലും നാരങ്ങയും ചെമ്പരത്തിയൊക്കെ ആയിട്ട് തന്നെ നല്ല ഡാർക്ക് കളറിൽ തന്നെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഡൈ ഉണ്ടാക്കി യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡൈ യൂസ് ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇത്. പിന്നെ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഇതിവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്ന് തുണിയിലാക്കിയതിന് ശേഷം അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ പ്രസ് ചെയ്തൊന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ നീര് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പ വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് ഇതിൻ്റെ നീര് മുഴുവനായിട്ടും എടുക്കണം. അപ്പോൾ ഞാനിതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിവിടെ ഇത് അരിപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ അരിച്ചെടുത്തിട്ടുള്ളത്. കയ്യിൽ ഇതുപോലെ ഒരു കവർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ അതുപോലെ അരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതുപോലെ അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ അരിച്ചെടുത്ത ഈ ഒരു ഇത് നമുക്കിതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തന്നെ ഇത് നല്ലൊരു ബ്ലാക്ക് കളറിൽ അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. അധികം ലൂസായിട്ടല്ല ഇരിക്കുന്നത്.
കണ്ടോ, ഇതിൻ്റെ ഒരു കറ നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ അത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഗ്ലൗസ് യൂസ് ചെയ്തതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ജസ്റ്റ് കഴുകിയിട്ട് പോലും അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നഖത്തിലൊക്കെ ആയിക്കഴിഞ്ഞാലും അത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫസ്റ്റായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 സ്പൂൺ അളവിൽ നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ. അതുപോലെ തന്നെ 1 സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നെല്ലിക്കാപ്പൊടിയും ഹെന്ന പൗഡറൊക്കെ എടുക്കുന്ന ആ ഒരു ടൈമിൽ ഇതിൻ്റെ നല്ല ബ്രാൻഡ് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിപ്പോഴല്ല കേട്ടോ, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എങ്കിൽ മാത്രമാണ് ആൻറ്റി പറഞ്ഞതുപോലെയുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് ആൻറ്റിക്ക് ആ ഫസ്റ്റ് യൂസിൽ തന്നെ ആ ഒരു ചേഞ്ച് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡൈ തയ്യാറാക്കി യൂസ് ചെയ്യുന്നവർക്കറിയാം അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിവിടെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 7 മണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ നമ്മൾ ഈ തയ്യാറാക്കിയെടുത്ത ആ ഒരു നീരും ഈ നെല്ലിക്കാപ്പൊടിയും ഹെന്ന പൗഡറായിട്ടൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി നന്നായിട്ട് അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങി ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായി കുറച്ചുകൂടി ബ്ലാക്ക് കളറിലായിട്ടൊക്കെ വരുന്നത് കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡൈ ഇവിടെ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി നല്ല ബ്ലാക്ക് കളറിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇൻഡിഗോ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചേക്കുന്ന ഇൻഡിഗോ പൗഡറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മെയിനായിട്ട് നിങ്ങൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണെങ്കിൽ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളൊരു 2 സ്പൂൺ അളവിലാണ് ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ 1 സ്പൂൺ അളവിലാണ് ഹെന്ന പൗഡർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഇരട്ടി അളവിലാണ് നമ്മൾ ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അത് എപ്പോഴായാലും നിങ്ങളത് ശ്രദ്ധിക്കണം. നമ്മൾ എത്ര അളവിലാണോ ഹെന്ന പൗഡർ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി അളവിൽ നമ്മൾ ഇൻഡിഗോ പൗഡർ എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. അതായത് നമ്മുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ആ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കുന്ന ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാകും, ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് മുടിക്ക് പ്രശ്നമല്ലേ, മുടിയിൽ ഉപ്പ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഉപ്പ് ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യരുതെന്നാണ് കേട്ടോ ആൻറ്റി പറയുന്നത്. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഒരു പിഞ്ച് അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എങ്കിലാണ് നമ്മുടെ ആ ഇൻഡിഗോയുടെ കളറ് കുറച്ച് കൂടുതൽ നാൾ നിൽക്കുന്നതെന്നാണ് കേട്ടോ ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ നമ്മൾ ചേർത്തേക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇനി നമ്മളത് അധികം നേരം ഒന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കണം. ആ ഇൻഡിഗോ പൗഡർ കൂടി ഇതുമായിട്ടൊക്കെ ഒന്ന് മിക്സായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരം കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഡൈ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളിത് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടി നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളത് അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ. ഒട്ടും എണ്ണമയം നമ്മുടെ മുടിയിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടോ മാത്രം നിങ്ങളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു കറ നമ്മുടെ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് പോകത്തില്ല കേട്ടോ. നഖത്തിലൊക്കെ ആ ഒരു കറ പറ്റി പിടിച്ചിരിക്കും.
അതുപോലെ തന്നെ നിങ്ങൾ മുടിയിൽ ഒരുപാട് എണ്ണ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു മാസം വരെയൊന്നും ഈ ഒരു കളർ നിൽക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ കുറച്ചാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ കളർ കുറച്ച് നാൾ നമുക്ക് ഒരു മാസം വരെയൊക്കെ നമുക്ക് ഇത് ലാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ കെമിക്കൽ ഡേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും നാളൊന്നും ഈ ഒരു കളർ നിൽക്കില്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 ആഴ്ച കൂടുമ്പോൾ ഒന്നുകൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളിതൊരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് തലയിൽ വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സയൻസിൻ്റെ ഒന്നും പ്രോബ്ലം ഇല്ലാത്തവരാണ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ടൈം നിങ്ങൾക്ക് തലയിൽ വെച്ചേക്കാൻ പറ്റിയാൽ ഒരു 3 മണിക്കൂറൊക്കെ വെച്ചേക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് കേട്ടോ. അത്രയും റിസൾട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ ഇതിൽ ചേർത്തേക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ നമ്മളിതിൽ ചേർത്തേക്കുന്ന പൊടികൾ എണ്ണയായാലും നെല്ലിക്ക പൊടിയായാലും ഇൻഡിഗോ പൗഡറായാലും ഡേറ്റ് നോക്കാനും അത് നല്ല ബ്രാൻഡ് നോക്കി യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. പഴയ പൊടിയൊക്കെ എടുത്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ പറയുന്ന ഒരു റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറയരുത്. നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മളും കൂടി അതിനൊരു ഒന്ന് ഡെഡിക്കേറ്റ് ആയി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളിത് വാഷ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഷാമ്പൂ തലയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരുടെ മുടിയും ഒരേ ടെക്സ്ചറൊന്നും ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കളർ ചിലപ്പോൾ അത്രയും ചിലപ്പോൾ ലാസ്റ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മാസത്തിൽ ഒരു തവണയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എല്ലാ പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ട്രൈ ചെയ്യുന്നവരുണ്ടാകും. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്